ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന ഒരു മിനിറ്റ് പരിശുദ്ധ അമ്മയോട് വിശ്വാസപൂർവം പ്രാർത്ഥിച്ചാൽ ഉറപ്പായും നിങ്ങളുടെ നിയോഗങ്ങളിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പ്രാർത്ഥന കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നത് അവർ സാക്ഷ്യങ്ങളായിട്ട് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായും വിശ്വാസത്തോടെ നിങ്ങൾ നിയോഗം പറഞ്ഞ് ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അങ്ങ് അനുഗ്രഹിച്ച് ദാനമായി നൽകിയ ഈ നല്ല ദിവസത്തെ അങ്ങയുടെയും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ മുൻപിൽ പൂർണ്ണമായും സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളർന്നു വീഴുമ്പോൾ, കരയാനല്ലാതെ മറ്റൊന്നിനും ആവാതെയാകുമ്പോൾ, അമ്മേ, ഞങ്ങളുടെ കണ്ണുനീർ അമ്മ ജപമാല മുത്തുമണികളായി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. മാതാവേ, അങ്ങയുടെ പ്രിയപുത്രനോട് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണം എന്ന് പറയണമേ. ഞങ്ങളുടെ കഴിവുകൾ കൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങയുടെ കൃപ ഉണ്ടെങ്കിൽ അസാധ്യമായതെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതിലൂടെ ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷികളാകാൻ ഞങ്ങൾക്കും സാധിക്കും. ഇന്ന് ലോകം മുഴുവൻ സമർപ്പിക്കപ്പെടുന്ന എല്ലാ വിശുദ്ധ ബലികളോടും ചൊല്ലുന്ന ജപമാലകളോടും ചേർത്ത് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സമർപ്പിക്കുന്നു. കൃപാസനത്തിൽ നടക്കുന്ന ദിവ്യകാരുണ്യ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ചൊല്ലിയ പ്രാർത്ഥന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ചൊല്ലി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം കമന്റ് ബോക്സിൽ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.